നമസ്കാരം. കഴിഞ്ഞ ദിവസം മുതൽ ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതായത് എം വി നികേഷ് കുമാർ എന്ന മാധ്യമ പ്രവർത്തകൻ പാർട്ടി പ്രവർത്തകനായി പൂർണ്ണസമയ പാർട്ടി പ്രവർത്തകനായി മാറിയിട്ട് ഇപ്പോൾ CPM-ന് വേണ്ടി PR വർക്കുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് കേൾക്കുന്നത്. ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന PR വർക്കുകളൊക്കെ തന്നെ പാർട്ടിക്ക് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ പാർട്ടി തിരിഞ്ഞു കൊത്തുന്ന നിലയിലേക്ക് എത്തി എന്നുള്ള ചില അഭിപ്രായങ്ങളും വരുന്നുണ്ട്. അപ്പം സ്വന്തം അച്ഛനെ ഒഴിവാക്കി അച്ഛന്റെ നെഞ്ചത്ത് കയറി നൃത്തം വെച്ചവരോട് പക തീർക്കാനായിട്ട് ഇയാൾ പാർട്ടിയിൽ വന്നതാണോ? ഇത്തരത്തിൽ നുഴഞ്ഞു കയറി മറ്റു രാജ്യങ്ങളിൽ പോയി ചാരപ്രവൃത്തിയൊക്കെ നടത്തുന്ന പരിപാടിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പണ്ട് കാലത്തുണ്ട്, ഇപ്പോഴുമുണ്ട്. അങ്ങനെ ഒരു പരിപാടി നടത്തി കൂടെ നിന്ന് കുതികാല് വെട്ടാനുള്ള പരിപാടിയാണോ നികേഷ് കുമാർ കാണിക്കുന്നത് എന്നുള്ള ചില സംശയങ്ങളും പാർട്ടിക്കാർക്കിടയിൽ തന്നെയുണ്ട്. നമ്മളും നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ഇദ്ദേഹം നടത്തുന്ന PR വർക്കുകളൊക്കെ തന്നെ പാർട്ടിക്ക് വിരുദ്ധമായിട്ടാണ്, അല്ലെങ്കിൽ CPM എന്ന പാർട്ടിയെ തകർക്കാനും സർക്കാർ സംവിധാനങ്ങളെ ബുദ്ധിമുട്ടിക്കാനും മാത്രമാണ് ഇത്തരത്തിലുള്ള ചില PR വർക്കുകൾ. ഈ PR വർക്ക് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു സിദ്ധിയാണ്, അതൊരു പ്രത്യേക ഒരു സ്ട്രാറ്റജി, ഒരു തന്ത്രമാണ്, ഒരു കഴിവാണ്, ഒരു പ്രത്യേകമായിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതാണ്. അതൊക്കെ നരേന്ദ്രമോദിയുടെ PR ഏജൻസികളെയൊക്കെ കണ്ടുപഠിക്കണം. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു കുട്ടിയെ എടുക്കുകയാണെങ്കിൽ കൂടി, ഒരു കൊച്ചു കുട്ടിയെ എടുത്ത് കൊഞ്ചിക്കുകയാണെങ്കിൽ കൂടി അതും ഒരു PR വർക്കാണെന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. ശരിയായിരിക്കാം, പക്ഷേ അത് എഫക്റ്റീവ് ആകുന്നുണ്ട്, അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അദ്ദേഹം ഓരോ വാക്ക് പറയുന്നതും PR ഏജൻസി എഴുതി കൊടുത്തതാണെന്നും പറയുന്നുണ്ട്. ആയിക്കോട്ടെ, പക്ഷെ അത് ജനങ്ങൾ ഹൃദയത്തിലേറ്റുന്നുണ്ട്. അതാണ് മോദിയുടെ ആ PR വർക്കിന്റെ, പിണറായി വിജയന്റെ PR വർക്കിന്റെയും തമ്മിലുള്ള വ്യത്യാസം. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ബാലുശ്ശേരിയിൽ ഒരു സംഭവം ഉണ്ടായി. പ്രേക്ഷകർ അറിഞ്ഞു കാണുമായിരിക്കും. അവിടെ ഒരു വയോധികനായ വ്യക്തി, ഇയാൾ വേദിയിലെത്തി, അയാളുടെ കയ്യിലിരുന്ന ക്ഷേമ പെൻഷനോ വാർദ്ധക്യ പെൻഷനോ മറ്റേ 2000 രൂപ, അദ്ദേഹത്തിന്റെ പേര് മൊയ്തീൻ എന്നാണ്. ഈ വടക്കൻ മേഖലാ ജാഥ, CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ വടക്കൻ മേഖലാ ജാഥയുടെ ക്യാപ്റ്റനായ MV ഗോവിന്ദൻ മാഷ് വേദിയിൽ ഇരിക്കെ ഗോവിന്ദൻ മാഷിന്റെ കയ്യിൽ കൊണ്ട പാർട്ടി സംഭാവനയായിട്ട് 2000 രൂപയും മറ്റേ പബ്ലിക്കായിട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഉറക്കം വിളിച്ച് പറയുന്നു, പാർട്ടിയുടെ ഫണ്ടിലേക്ക് ഞാൻ എന്റെ പെൻഷൻ സംഭാവന ചെയ്യുകയാണ്. പണ്ട് ആടിനെ വിറ്റതും ആടിനെ കറന്ന് വാല് വിറ്റതും ഒക്കെ നമ്മൾ ധാരാളം കണ്ടതാണ്. ഈ മറ്റേ ദുരന്ത നിവാരണ പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ്. അതൊക്കെ എങ്ങോട്ട് കൊണ്ടുപോയി നമുക്കറിയില്ല. എന്തായാലും ശരി, ഇത്തരത്തിൽ ഒരു പരിപാടി നടത്തി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മൊയ്തീൻ എന്ന് പറയുന്ന ഈ വയോധികന്റെ ഒരു വീഡിയോ വന്നു. പാർട്ടിക്കാർ പറഞ്ഞ് അത് അറേഞ്ച് ചെയ്തതാണ്, സെക്രട്ടറിയുടെ കൊടുക്കണം, സഖാവ് അന്നേരം തന്നെ തിരിച്ച് പോക്കറ്റിട്ട് തരും, അന്നേരം നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ട് പോരാ, എന്നിട്ട് ഫോട്ടോ എടുക്കും, ഫോട്ടോയ്ക്ക് നിന്ന് കൊടുക്കണം എന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം മനോരമ ന്യൂസാണ് പുറത്തുവിട്ടത്. അത് സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഉണ്ട്. ഈ PR വർക്ക് പിന്നിലും MV നികേഷ് കുമാറാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഇനി PR വർക്ക് ദയവീത് പ്രിയപ്പെട്ട MV നികേഷ് കുമാർ, ഞങ്ങളൊക്കെ മാധ്യമ പ്രവർത്തനം തുടങ്ങുന്ന കാലത്ത് ഇദ്ദേഹം ഇന്ത്യ വിഷനിൽ ഉണ്ടായിരുന്ന ആ സമയത്ത് ഞങ്ങളൊക്കെ ഒരുതരം വലിയ ബഹുമാനത്തോടെ ഞങ്ങളുടെയൊക്കെ ഒരു ഗുരുസ്ഥാനത്ത് കണ്ട വ്യക്തി കൂടിയാണ് MV നികേഷ് കുമാർ. അങ്ങേക്ക് പറ്റിയ പരിപാടി മാധ്യമ പ്രവർത്തനമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ CPM-ലെ പാർട്ടി പ്രവർത്തനവും അവിടുത്തെ PR വർക്ക് നടത്തി അങ്ങ് സത്യം പറഞ്ഞാൽ പാർട്ടിയെ ബുദ്ധിമുട്ടിലാക്കുകയാണ്, ഒപ്പം തന്നെ പാർട്ടിക്കാരുടെ വിരോധം സമ്പാദിക്കുകയാണ്. ഇത്തരം നാടകങ്ങളും തിരക്കഥകളും ഒക്കെ തന്നെ അറേഞ്ച് ചെയ്ത് പല വേദികളിലും അവതരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ വാങ്ങുക, ഉടനെ തിരിച്ചു കൊടുക്കുക, എന്നിട്ട് വലിയ ദയാവായ്പ പറയുക, എന്നിട്ട് സംഭാവന സ്വീകരിച്ചതായി കരുതണം എന്ന് പറയുക. പാവം പിടിച്ച വിദ്യാഭ്യാസമില്ലാത്ത, പൊതു പരിചയമില്ലാത്ത ആളുകളെയൊക്കെ ഇങ്ങനെ പറ്റിക്കുകയാണ്. പാർട്ടിക്കാർ ഓരോരുത്തരെ വേഷം കെട്ടിച്ച് കൊണ്ടുപോവുകയാണ്. ഇങ്ങനെ പല പല നാടകങ്ങൾ ഇതിനു മുൻപ് നടത്തിയിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, പേര് രാഹുൽ ഗാന്ധി എന്നാണ്. ആ നാടകങ്ങളെല്ലാം തന്നെ പൊളിഞ്ഞു പാളീസായി. ഈ നാടകവും പൊളിയുന്നു. നികേഷ് കുമാർ സാർ ഇനിയും ഇത്തരം നാടകങ്ങളുമായി CPM-ന്റെ വേദികളിൽ എത്തരുത്, അല്ലെങ്കിൽ അറേഞ്ച് ചെയ്ത് വെക്കരുത്. നാണക്കേടാണ്. ക്ഷേമ പെൻഷൻ കിട്ടി എന്ന് ബോധ്യപ്പെടുത്തുകയും വേണം. പെൻഷൻ പാർട്ടിക്ക് സംഭാവന ചെയ്തു എന്നുള്ള ആ ഒരു ക്രെഡിറ്റും കിട്ടണം. ഗോവിന്ദൻ മാഷ് പൈസ തിരിച്ചു കൊടുത്തു, പെൻഷൻ സംഭാവന തിരിച്ചു കൊടുത്ത് മാതൃകയായി എന്നുള്ള കാര്യം കിട്ടണം. ഈ 3 കാര്യങ്ങളാണ് അവിടെ വർക്കൗട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. 3 കാര്യങ്ങളും ചീറ്റിപ്പോയി എന്നുള്ളതാണ്. ജനങ്ങളിപ്പോൾ പരിഹസിക്കുകയാണ്, കൂവി വിളിക്കുകയാണ്. വൃത്തികെട്ട തിരക്കഥയും PR വർക്കും ഇതുപോലുള്ള ചപ്പടാച്ചി പരിപാടികളുമായിട്ട് CPM ജനങ്ങളുടെ മുന്നിൽ നാണം കെട്ട് നാറുകയാണ്. ആൾക്കാർ കൂവാണ്, പരിഹസിക്കുകയാണ്. ഒരു പൊതുപ്രവർത്തന രംഗത്തൊക്കെ തന്നെ ഇത്തരം കാലങ്ങളായിട്ട് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും ഒക്കെയാണ് എന്ന് പറഞ്ഞ് പ്രവർത്തിച്ചൊരു പാർട്ടിയില്ലേ. ഒരുപാട് മഹാന്മാരായ നേതാക്കൾ ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്നില്ലേ? AKG ഉണ്ടായിരുന്നു, EK നായനാർ, EMS, അതുപോലെ C അച്യുതമേനോൻ തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും അല്ലാത്ത പാർട്ടിയിലുമൊക്കെ എത്രയോ മഹാന്മാരായ നേതാക്കൾ ഉണ്ടായിരുന്നു. ദേശീയ നിലവാരത്തിൽ നോക്കുകയാണെങ്കിൽ ഹർഷൻ സിംഗ് സുർജിത്ത്, അതുപോലെ സോംനാഥ് ചാറ്റർജി, അങ്ങനെയുള്ള മഹാന്മാരായ നേതാക്കൾ ഉണ്ടായിരുന്നു. നമ്മൾ കമ്മ്യൂണിസ്റ്റിന് എതിരൊന്നുമല്ല. പക്ഷേ ഇവിടെ കേരളത്തിൽ കിടന്ന് കുപ്പ ചീഞ്ഞ് നാറുന്നത് പോലെ ചീഞ്ഞ് നാറുകയാണ് പാർട്ടി. ഇത്തരം PR വർക്കും ജനങ്ങളെ പറ്റിക്കലും ജനങ്ങളെ വഞ്ചിക്കലും. കാരണം പാർട്ടി സത്യം പറഞ്ഞാൽ CPM എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർ കാർക്കിച്ച് തുപ്പുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കും.